ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ച് ഉള്ള റെസിപ്പിയാണ്. ചക്ക മീനും ഇട്ട് പുഴുങ്ങുന്നൊരു റെസിപ്പിയാണ്. പിന്നെ പൂളയൊക്കെ പുഴുങ്ങാറില്ല നമ്മൾ, അതുപോലെ തന്നെ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമുക്ക് ചക്കയും മീനും കൂടെ പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വേണ്ടത് ചക്ക, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതാണ്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കറിവേപ്പില. പിന്നെ നമ്മളെടുത്തത് കുറച്ച് ചെറിയ പൊടിമീനുകളാണ്, ചരുകളാണ്. ചരുകളിലുള്ള കുറച്ച് ചെറിയ ചെറിയ മീനുകളുണ്ട്. അതിട്ടിട്ടാണ് നമ്മളിന്ന് ചക്കയിലിട്ട് പുഴുങ്ങാൻ പോകുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ആദ്യം നമ്മൾ ഒരു കുക്കറിൻ്റെ അകത്ത് ചക്ക ഇട്ടിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കാം. ഇവിടെ 3 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തത്. അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് കൂടിപ്പോയാൽ പേടിക്കാനൊന്നുമില്ല. നമ്മളിത് വേവിച്ചതിന് ശേഷം വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് ഊറ്റി ഒഴിവാക്കും. അതിന് ശേഷമാണ് മീനിലേക്ക് ഇട്ട് കൊടുക്കുക ചക്ക. എന്നാൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി. വിസിൽ വരാറായിട്ടുണ്ട്. ഒരു വിസിലടിച്ചതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്യുകയാണ്. ഇത് തണിഞ്ഞതിന് ശേഷം തുറക്കാം. ഇതാ ചക്ക മീനും കൂടെ ഇട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിതാ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി ചീനച്ചട്ടി ചൂടായി വരട്ടെ. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് അധികം കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി അതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായി മൂത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചതച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും. രണ്ടും കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം, പച്ചമണം മാറുന്നത് വരെ. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരട്ടെ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചക്കയിലിട്ടതാണ്,
ഇതിൽ മീനിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ചക്കയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഊറ്റി മാറ്റിയതാണ് കേട്ടോ. നമ്മുടെ പൂളയൊക്കെ വേവിച്ചിട്ട് വെള്ളം വാർക്കുന്നത് പോലെ ചക്കയിലും കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കി കളയുക. ഇനി നമുക്കിതിൽ മീനിട്ട് കൊടുക്കാം. ഈ ചക്ക ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെടുത്ത് വെച്ച കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ നന്നായി വെന്ത് വരട്ടെ. മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചക്കയാണ് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. നമ്മുടെ മീൻ ചക്ക റെസിപ്പി ഇവിടെ തയ്യാറാണ്. നമ്മളെ പൂളയൊക്കെ ഇങ്ങനെ പുഴുങ്ങാറുണ്ട്. പക്ഷേ ഞാൻ ചക്ക ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നൊക്കെ ഞാൻ പറയാം. അങ്ങനെ ചെയ്ത് നോക്കിയവരും ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിച്ച് നോക്കുന്നത്. പൂളയൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ചക്ക ഇങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നമ്മൾ ചക്കയാണിത് തിന്നതെന്ന് പറയില്ല. പൂളയൊക്കെ മീനിട്ട് പുഴുങ്ങിയാലുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.